ഫുൾ ചിക്കൻ റെസിപ്പിയാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് ഞാൻ വലിയൊരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓവനൊന്നും ഇല്ലാതെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഫുൾ ചിക്കൻ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഡീപ്പായിട്ട് കട്ട് വെച്ച് കൊടുക്കാം. കത്തി വെച്ച് തന്നെ നല്ലോണം ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. സാധാരണ നമ്മൾ വരയുന്ന പോലെയല്ല, നല്ല ആഴത്തിൽ തന്നെ ഇതുപോലെ കട്ട് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരുപാട് മസാല നിറച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ ആഴത്തിൽ കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിൻ്റെ കാലിലും ചെസ്റ്റ് ഭാഗത്തും എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത്. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു. കുറച്ച് മുളക് പൊടി കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി വേണ്ടത് ചെറിയ ജീരകം ക്രഷ് ചെയ്തതാണ്. പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി വേണ്ടത് അറബിക് മസാലയാണ്. മജ്ബൂസ് മസാലയോ കപ്സ മസാലയോ മണ്ടി മസാലയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മസാല ഒരു 3/4 ടീസ്പൂണോളം എടുക്കാം. ഇനി അറബിക് മസാല ഇല്ലെങ്കിൽ ഈ ചിക്കൻ മസാല 1 ടീസ്പൂൺ ഇട്ടാലും മതി. ഇനി ഗരം മസാലയാണിത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 2 ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുരുമുളകും പച്ചമുളകും മുളക് പൊടിയും എല്ലാം ഇടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ എരിവ് വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കമാണ്. ഞാനൊരു മീഡിയം സൈസ് ക്യാപ്സിക്കം കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നെടുവേ കട്ട് ചെയ്ത് ഉള്ളിലുള്ള കുരു എല്ലാം കളഞ്ഞ് നന്നായി ചെറിയ ചെറിയ പീസസ് ആക്കി നുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ക്യാപ്സിക്കം നുറുക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും ഇത് എന്തായാലും ഇത് ചേർക്കണം. കാരണം ഇതിൽ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ആ ഇഷ്ടമല്ലാത്ത ചൊവയൊന്നും നമുക്ക് വരില്ല. ഇതെല്ലാം ചിക്കനിൽ നന്നായി അലിഞ്ഞ് ചേരുന്നതോടൊപ്പം തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും വരുന്നതായിരിക്കും. അതുകൊണ്ട് ആരും ഇത് മിസ് ചെയ്യരുത്. ഇനി വേണ്ടത് നമുക്ക് ഈ നുറുക്കി വെച്ച ക്യാപ്സിക്കം എല്ലാം ഈ മസാല പൊടികളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവാള. ആദ്യം ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു കൊടുത്ത് പിന്നെ അത് ചെറിയ ചെറിയ പീസാക്കി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്ത് നമ്മൾ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ വേണം. ഞാനിവിടെ 5-6 വെളുത്തുള്ളി അല്ലിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും എടുത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാനൊരു പകുതി നാരങ്ങയുടെ നീരാണ് ഇവിടെ ചേർക്കുന്നത്. കുരു പെടാതെ സൂക്ഷിക്കണം. കുരു വന്നു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി വരും. ഇതെല്ലാം കൂടെ നമുക്കൊരു സ്പൂണ് വെച്ച് ആദ്യം നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ വെച്ച് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർക്കാൻ പോകുന്നത്. തൈര് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ തൈര് ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ചിക്കന് ഒരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റ്നെസ്സും കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഇത് ഒരുപാട് മസാല ഉള്ളതുപോലെ തോന്നും, പക്ഷേ ഇത്രയും വേണം. ഇതെല്ലാം നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആദ്യം കൈകൊണ്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉള്ളിയും ക്യാപ്സിക്കവും എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ പീസസ് എല്ലാം
ഈ കട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇത് നിറച്ച് കൊടുക്കണം. കുറച്ച് സമയമെടുത്ത് തന്നെ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് പുരട്ടി കൊടുക്കുക. കുറേശ്ശെയായി കൈകൊണ്ട് വാരിയെടുത്ത് എല്ലാ ഭാഗത്തും ഇതുപോലെ നിറച്ച് കൊടുക്കുക. ബാക്കിയുള്ള മിക്സ് നമുക്ക് ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ പാനിൽ കിടന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അലിഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ വരും. നമ്മളെ ഉള്ളിയും ക്യാപ്സിക്കം ഒന്നും കാണില്ല. കണ്ടില്ലേ, ഇതുപോലെ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഞാനിത് രാവിലെയാണ് ചെയ്തത്. രാത്രിയിലാണ് ഇത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. രാവിലെ ഇതുപോലെ മസാല തയ്യാറാക്കി ചിക്കനിൽ പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് രാത്രിയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണ് ഇഷ്ടമുള്ള ഓയിലെന്ന് വെച്ചാൽ അത് ചേർക്കുക. അതിനുശേഷം ഈ ഫുൾ ചിക്കൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല, അടി കട്ടിയുള്ള ഏത് പാത്രമായാലും മതി. ചിക്കനെ മുഴുവനായി ഇതിലേക്ക് വെച്ച് കൊടുത്ത് എല്ലാ മസാലയും ബാക്കിയുള്ള എല്ലാ ഉള്ളിയും ക്യാപ്സിക്കും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സ്പൂണോ ചട്ടുകമോ ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഓരോ സൈഡും വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ റോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഉള്ളിയും ക്യാപ്സിക്കോ ഒന്നും ഇവിടെ കാണുന്നില്ല, എല്ലാം ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഓവനിൽ ഇതുപോലെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പാൻ റോസ്റ്റ് ചെയ്തത്. ഇങ്ങനെ പാനിൽ റോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ യൂട്യൂബ് ഒരു വീഡിയോ കണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റേതായ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി ഇതുപോലെ ചെയ്തു നോക്കി. നല്ല ടേസ്റ്റ് ആയിരുന്നു. സക്സസ് ആയി, 100% സക്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. കുബൂസും ഗാർലിക് പേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പും എല്ലാം കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയും കഴിക്കാം. എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വലിയ പണിയൊന്നുമില്ല. ഒരു ഫുൾ ചിക്കൻ എടുക്കുക, ഈ മസാലക്കൂട്ടുകളെല്ലാം പുരട്ടി വെക്കുക, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക, ഇതുപോലെ പാനിൽ തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.